ഹായ് നമസ്കാരം ഷാഫി ദ കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് കോച്ച് കൺസൾട്ടന്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MSME ബിസിനസ്സുകൾ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ചെലവ് കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിംഗ് നടത്താൻ പറ്റുമെന്ന് പലർക്കും അറിയായിരിക്കും. പക്ഷേ ഇതിലും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ MSMEകൾ അല്ലെങ്കിൽ SMEകൾ, സ്മോൾ മീഡിയം എന്റർപ്രൈസസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാറ്റഗറീസ് അധികവും ഉണ്ടാവുക മാനുഫാക്ചേഴ്സ്, പിന്നെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, ഇങ്ങനത്തെ കുറച്ച് ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. ലിവറേജ് ചെയ്യുക. വീഡിയോസ് എന്തുകൊണ്ട് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് പുതുതായിട്ടുള്ള ബിസിനസ്സുകളാവും, അല്ലെങ്കിൽ അധികം മാർക്കറ്റിംഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബിസിനസ്സുകളാവും മിക്കതും. അപ്പൊ ഈ വീഡിയോസ് ചെയ്യുന്നതോടുകൂടി നമുക്കിപ്പോ ഇതിന്റെ പ്ലാറ്റ്ഫോംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സാധാരണ പറയുന്നല്ലേ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ലിങ്ക്ഡിൻ, ഇതുപോലുള്ള കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ മാക്സിമം ലിവറേജ് ചെയ്യുക. ഇതിനൊക്കെ നമ്മൾ മാക്സിമം ലിവറേജ് ചെയ്യുക, ഇതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഇതെന്താണ്, ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കാശും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. കണ്ടന്റ് മാക്സിമം ഉണ്ടായിരിക്കുക എന്നുള്ളത്, അത് ഡെയിലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിരവട്ട ദിവസങ്ങളിലോ ആഴ്ച 2 ദിവസമോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് ഒരു കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാം. ഇതിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോ പ്രോഡക്റ്റിന്റെ വീഡിയോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ വീഡിയോ, നിങ്ങളെ ബിസിനസിന്റെ സ്റ്റോറി, പിന്നെ അതുപോലെ കസ്റ്റമറിന്റെ ടെസ്റ്റിമോണിയൽ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്താ പറ്റും, ഓരോ പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻസ്, പിന്നെ പ്രൊഡക്റ്റിന്റെ അപ്ഡേറ്റുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടന്റുകളാണ്. അതുപോലെ നമുക്ക് പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്റർവ്യൂകൾ, ഇങ്ങനത്തെ സംഭവങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് വേറെ മാർക്കറ്റിംഗിൽ വേറെ മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വീഡിയോസിനെ അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയാസ് തന്നെയാണ് ഇതിലെല്ലാം വരുന്നത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള, അതായത് പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താണ്, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് പെയ്ഡ് ആയിട്ടുള്ള ആഡുകളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പൊ എന്നൊക്കെ നമുക്ക് ടാർഗറ്റിംഗ് ചെയ്തിട്ട് ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പിന്നെ ഏതെങ്കിലും ഒരു ഏജ് കാറ്റഗറികളാണ് നിങ്ങളെ പ്രൊഡക്റ്റ് വരുന്നില്ല അങ്ങനെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് കാറ്റഗറീസിനാണ് വരുന്നില്ല അങ്ങനെ, ഇതെല്ലാം ആയിട്ട്. അപ്പൊ ഈ കണ്ടന്റ് ഇവിടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയാസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലാറ്റ്ഫോംസ് തന്നെയാണ്, FB, ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം ആയിട്ടുണ്ട്. അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്താണ്, ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ളൊരു സർവീസ് കൂടി ഉണ്ട്. അപ്പൊ ഗൂഗിളിനെ നമുക്ക് യൂട്യൂബിനെ ഉപയോഗപ്പെടുത്താം. ഗൂഗിൾ മൈ ബിസിനസ് ഇത് ചെറുകിട സംരംഭകർക്ക്, അല്ലെങ്കിൽ എല്ലാ സംരംഭകർക്കും അല്ലെ എല്ലാ ബിസിനസ്സുകളും തരുന്നൊരു സംഭവമാണ്. അതായത് നമുക്ക് ലൊക്കേഷൻസ്, നമ്മുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ, ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ അപ്ഡേറ്റുകൾ, കാര്യങ്ങൾ ഇതെല്ലാം ആയിട്ട്. കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ ഇതുവരെ ഇല്ലാത്തൊരു അപ്ഡേറ്റ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വാട്സപ്പിലേക്കുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് കൂടി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മുടെ ഒരു ബിസിനസ് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് ഈ SME മാർക്കറ്റുകൾ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ വാട്സപ്പിനെ ലിവറേജ് ചെയ്യുക. വാട്സപ്പ് എന്തുകൊണ്ട് വെച്ചാൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ കസ്റ്റമേഴ്സും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അല്ല അപ്പൊ നമ്മൾ ഒരു ലാൻഡിംഗ് പേജിലേക്ക് പോകേണ്ട ആവശ്യം, അല്ലെങ്കിൽ വെബ്സൈറ്റ് പിന്നെ ഒരു നമ്മളൊരു ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എന്നുള്ള രൂപത്തിൽ ആവശ്യമാണ്. പക്ഷെ എന്നാലും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് കൊടുക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. മിക്ക ആളുകൾക്ക് എന്താണ്, പെട്ടെന്ന് കാര്യങ്ങൾ വേണം, പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, വാട്സപ്പാണ് മിക്ക ആളുകൾ ഉപയോഗിക്കുക. അത് നിങ്ങളിപ്പോ ഒരു B2Bയിലോ B2Cയിലോ ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ വെച്ചാൽ അതിനെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കസ്റ്റമർക്ക് എന്ത് വേണം, പെട്ടെന്ന് അറിയണം, പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ കിട്ടണം. അതുപോലെ തന്നെ നമുക്കും കുറെ ആളുകൾ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യണം, ഒരു 24 മണിക്കൂർ വർക്ക് ചെയ്യണം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഈ SMEകൾ അപ്ഡേറ്റഡ് ആയാൽ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ SMEകൾക്ക് മാത്രമായിട്ട് ഈ 4 കാര്യങ്ങൾ പറയുന്നത്. SEO അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യേണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ SEO ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിനെ കുറച്ച് കാലങ്ങൾ എടുത്ത് വരും അതിന്റെ റിസൾട്ടുകൾ വരാനും, അതിന്റെ കീവേഡ്സും മറ്റുള്ള കാര്യങ്ങളും ഇതെല്ലാം ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോ അത്രയും സമയം എന്താണ് ഇതിന്റെ പാരലായിട്ട് നടത്താമെന്ന് മാത്രമല്ല, ഞാൻ അതിനെ കുറ്റം പറയുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കണമെന്നൊന്നും പറയുന്നില്ല. ഈ കാര്യങ്ങൾ നമുക്ക് എന്താണ് കുറച്ചധികം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും
നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ SEOക്ക് പിന്നെന്താണ് ഈ കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. കാരണം ഇപ്പോൾ നമ്മൾ ഇതിലെല്ലാം ആക്റ്റീവ് ആണെങ്കിൽ നമ്മളെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഈ കണ്ടന്റുകൾ തന്നെ ആദ്യം എല്ലാം വരിക, FBയിലുള്ളതും യൂട്യൂബിലുള്ളതും പിന്നെ അതുപോലെ ഗൂഗിൾ മൈ ബിസിനസ് ഉള്ള കണ്ടന്റുകളൊക്കെ തന്നെയാണ് ആദ്യം വരിക. അപ്പോ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രൂപത്തിൽ, ഒരു ബേസ് എന്നുള്ള രൂപത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ള എഫേർട്ടുകൾ നമ്മൾ ഇടുക. ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫൈല് ഗൂഗിളിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നു, ഞാൻ അത് നന്നായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ്, അല്ലാണ്ട് വെറുതെ കാണിച്ചു എന്നല്ല. എന്റെ മേഖലയിൽ ഞാനൊരു എക്സ്പെർട്ട് ആണെന്നുള്ളത് നിരന്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം ഞാൻ അതിനെക്കുറിച്ചുള്ള കണ്ടന്റുകൾ ഇടുകയാണ്. കാരണം ഹാവ് കോൺഫിഡൻസ്. അപ്പോ ആ കാര്യങ്ങൾ എന്താണ്, ആ കണ്ടന്റുകൾ അല്ലെങ്കിൽ ആ സംഭവങ്ങൾ വരുമ്പോൾ അവിടെ അതിന്റെ സിസ്റ്റംസ് അതിനെ ഫസ്റ്റിലേക്ക് പുഷ് ചെയ്ത് വരുന്നു എന്ന് മാത്രം. ഇതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ബിസിനസ്സും, നിങ്ങളെ പ്രൊഡക്റ്റ് സർവീസ് എന്ത് തന്നെയാണെങ്കിലും സ്ഥിരമായിട്ട് കണ്ടന്റ് മാർക്കറ്റിംഗ് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിലോ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ അതിനുള്ള ആക്ഷൻ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.